വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ വൈ എന്ന പോയമാണ്. നമുക്ക് ഈ പോയമെന്ന് പഠിച്ചാലോ? റീഡ് ആൻഡ് എൻജോയ് ദ പോയം. വായിച്ച് രസിക്കാനാണ് പറയുന്ന ഈ പോയം. വൈ, എന്തുകൊണ്ട്? ഐ നോ എ ക്യൂരിയസ് ലിറ്റിൽ ബോയ്. എനിക്ക് ഒരു കുട്ടിയെ അറിയാം. ഐ നോ എ ക്യൂരിയസ് ലിറ്റിൽ ബോയ്. എനിക്ക് ജിജ്ഞാസയുള്ളൊരു കുട്ടിയെ അറിയാം. ക്യൂരിയസ് മീൻസ് ഈഗർ ടു നോ, അറിയാനുള്ള ആഗ്രഹമുള്ള കുട്ടി. ഹു ഈസ് ഓൾവേസ് ആസ്കിങ്, അവനെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വൈ, എന്തുകൊണ്ട്? വൈ ദിസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? വൈ ദാറ്റ്, എന്തുകൊണ്ടാണത്? വൈ ദെൻ, എന്തുകൊണ്ടാണ് അപ്പോൾ? വൈ നൗ, എന്തുകൊണ്ടാണ് ഇപ്പോൾ? വൈ നോട്ട്, എന്തുകൊണ്ടല്ല? വൈ ബൈ ദ ബൈ, അങ്ങനെ വൈ എന്ന് എന്തുകൊണ്ടെന്ന് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹി വാണ്ട്സ് നോ വൈ വുഡ് ഷുഡ് സ്വിം. അവനറിയണം എന്തുകൊണ്ടാണ് തടി വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്, എന്തുകൊണ്ടാണത് നീന്തുന്നത് പോലെ ഒഴുകിപ്പോകുന്നത്, അതൊക്കെ അവനറിയണം. വൈ ലെഡ് ആൻഡ് മാർബിൾ സിങ്ക്, എന്തുകൊണ്ടാണ് ഈയവും മാർബിളും ഒക്കെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതെന്ന് അറിയണം. വൈ ലെഡ് ആൻഡ് മാർബിൾ സിങ്ക്, എന്തുകൊണ്ടാണ് ഈയവും അതുപോലെ തന്നെ മാർബിളും ഒക്കെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത്. വൈ സൺ ഷുഡ് ഷൈൻ ആൻഡ് വിൻഡ് ബ്ലൂ, എന്തുകൊണ്ടാണ് സൂര്യൻ നല്ല പ്രകാശിച്ച് നിൽക്കുന്നത്, നല്ല തിളങ്ങി നിൽക്കുന്നത്. ആൻഡ് വിൻഡ് ഷുഡ് ബ്ലോ, എന്തുകൊണ്ടാണ് കാറ്റ് വീശുന്നത്, എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നത്. ആൻഡ് വൈ വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, നമ്മൾ എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഹീ വാണ്ട്സ് നോ വാട്ട് മേക്സ് ദ ക്ലൗഡ്സ്, അവനറിയണം എന്തുകൊണ്ടാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്. വാട്ട് മേക്സ് ദ ക്ലൗഡ്സ്, എന്ത് സാധനം കൊണ്ടാ ഈ പറയുന്ന ക്ലൗഡ്സ് ഒക്കെ ഉണ്ടാകുന്ന, ആകാശത്തെ മേഘങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ. ആൻഡ് വൈ ദേ ക്രോസ് ദ സ്കൈ, എന്തിനാണ് അവരിങ്ങനെ ആകാശത്തൂടെ മറികടന്നു പോകുന്നത്. വൈ ദേ ക്രോസ് ദ സ്കൈ, ആകാശത്ത് ക്രോസ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്. വൈ സിങ്സ് ദ സൺ ബിഹൈൻഡ് ദ ഹിൽസ്, വൈകുന്നേരമാകുമ്പോൾ കുന്നിനപ്പുറത്തേക്ക് മലകൾക്കപ്പുറത്തേക്ക് സൂര്യൻ താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണ്. ആൻഡ് വൈ ദ ഫ്ലവേഴ്സ് ഡൈ, എന്തുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണ് നശിച്ചു പോകുന്നത്, എന്തുകൊണ്ടാണ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണ് നശിച്ചു പോകുന്നത്. സം ഓഫ് ദീസ് വൈസ് ആർ നോട്ട് ടു ഹാർഡ്, ചില ഈ ചോദ്യങ്ങൾ വൈ എന്നുള്ള ചോദ്യങ്ങളൊന്നും അത്ര പ്രയാസമുള്ളവയല്ല. മനസ്സിലായില്ലേ. ടു ആൻസർ ഇഫ് യു വിൽ ട്രൈ, നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മറുപടി പറയാം. അതേ നോ വൺ അറ്റ് എവററ്റ് ഹാസ് ഫൗണ്ട് ദ റീസൺ വൈ, മറ്റുള്ളവയ്ക്കാണല്ലോ നോ വൺ എവററ്റ്, ഇതുവരെ ആരും ഹാസ് ഫൗണ്ട് ദ റീസൺ വൈ, കാരണം കണ്ടുപിടിക്കാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാത്തതാണ് ചില കാര്യങ്ങൾ അവൻ ചോദിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ന്യൂ വേർഡ്സ് ഒന്ന് നോക്കാം. ന്യൂ വേർഡ്സ്. ക്യൂരിയസ് മീൻസ് ഈഗർ ടു നോ, അറിയാനുള്ള ആഗ്രഹം, അതാ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ. ലെഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്, ഈയം, കേട്ടോ. മാർബിൾ എന്ന് പറയുന്നത് കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന വട്ടിന് മാർബിൾ എന്നാണ് പറയുന്നത്. അതല്ലാതെ മാർബിൾ ടൈൽസ് ഉണ്ട്, കെട്ടിടങ്ങൾക്കുള്ളിൽ നിലത്ത് പാകുന്നതിന് വേണ്ടിയുള്ള മാർബിൾ ടൈൽസ് ഉണ്ട്. പിന്നെയോ സിങ്ക് എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോകുക എന്നാണ് അർത്ഥം. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം, കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് തീർന്നു, കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.